നേരെ കിടക്കുന്നത് ഈ അപകട വാർത്തയിലേക്കാണ്. പാലക്കാട് ചിറ്റൂർ പുഴയിലെ കോസ്വേയിൽ വിദ്യാർത്ഥി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ശ്രീ ഗൗതമാണ് മരിച്ചത്. രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. അരുൺ എന്ന വിദ്യാർത്ഥിക്കായി തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോഴും അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അവിടെ പൈപ്പുണ്ട്, അതിലൂടെയാണ് വെള്ളം ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്നത്. അതിനുള്ളിൽ പെട്ടുപോയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നു. നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഗൂഗിൾ VS നമുക്കൊപ്പമുണ്ട്. ഗൂഗിൾ, എങ്ങനെയാണ് ഈ ഓവിൽ കുടുങ്ങിയ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? ഇപ്പോൾ ആ ഓവിന്റെ ഉള്ളിലേക്ക് സ്കൂബ സംഘം ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധനകളാണ് നടന്നത്. അത് സംബന്ധിച്ച് അങ്ങനെയുള്ള പരിശോധന നടന്നു. അവിടെയൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് ശക്തമായ ഒഴുക്ക് ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാകുന്നത്. ഷൺമുഖം കോസ്വേയുടെ സൈഡിൽ ഒത്തനടുക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഓവുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ശക്തമായ ഒരു ഒഴുക്കും ഉണ്ടാകും. ആ ഒഴുക്കിലാണ് രണ്ട് യുവാക്കൾ പെട്ടുപോയത്. ഇതിൽ ഗൗതത്തെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ അരുണിനായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ശക്തമായ ഒഴുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം പോലീസും ഒക്കെ ഇടപെട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ആദ്യം നടന്നു. അതേസമയം തന്നെ സ്കൂബ അപ്പോഴൊന്നും തന്നെ ഇയാളെ അതിനുള്ളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിനുള്ളിൽ നിന്ന് എടുക്കാൻ ശക്തമായ ഒഴുക്കൊക്കെ തന്നെ വെല്ലുവിളിയായി. പിന്നീട് സ്കൂബ സംഘം എത്തി പരിശോധിച്ചു. പ്രാഥമികമായി ഒന്നും ഈ ഗൗതമിനെ എടുത്തത് ഈ ഒഴുക്കിൽപ്പെട്ട അതേ ഭാഗത്തു നിന്ന് തന്നെയാണോ, അതോ മറുഭാഗത്തേക്ക് ഒഴുകി എത്തിയോ? അത് എങ്ങനെയാണ് അവിടുത്തെ നില എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ സ്കൂബ സംഘവും ഫയർഫോഴ്സും ഒക്കെ സംശയിക്കുന്നു. അത്തരത്തിലുള്ള സാധ്യതയാണ് അവർ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മറുഭാഗത്തേക്ക് അരുൺ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴുണ്ട്. അതനുസരിച്ച് കൊണ്ട് തന്നെ മറുകരയിലും പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. കാരണം ആ മേഖലയിലെങ്കിലും ഇതിലേക്ക് അരുൺ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും നിലവിൽ ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും ഒക്കെ ഉണ്ട്. ആ മേഖലയിലും ഇപ്പോൾ ശക്തമായ ഒരു തിരച്ചിൽ നടക്കുന്നു. ഏതായാലും ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒഴുക്കാണ്. ഈ 10 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് കോയമ്പത്തൂരിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. അവർക്ക് ഈ പ്രദേശത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഒരുപക്ഷെ ഉണ്ടായി കാണില്ല. പലരും കുളിക്കാനൊക്കെ ഈ കോസ്വേ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ആ പ്രദേശവാസികളൊക്കെ തന്നെ അവിടെ കുളിക്കാറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ യുവാക്കൾക്ക് ആ സ്ഥലത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അവർ കോയമ്പത്തൂർ സ്വദേശികളാണ്. അവർക്ക് ഈ പ്രദേശത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകില്ല. അങ്ങനെ അവർ ആ ഒഴുക്കിൽ പെടുകയും അതനുസരിച്ച്